നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ 2 ദിവസം മാനിഫെസ്റ്റോ കമ്മിറ്റീന്റെ ചടങ്ങിൽ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷന്റെ മാനിഫെസ്റ്റോ പ്രസന്റ് ചെയ്ത ശേഷം കേരളത്തിന്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തി. ഇനി വോട്ടിംഗ് ദിനം വരെ തിരുവനന്തപുരത്ത് എവിടെയും പോകുന്നില്ല എന്നാണ് എന്റെ ഉദ്ദേശം. അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത് ചോദിച്ചോളൂ, പ്രശ്നമില്ല. ഇരു മുന്നണികളും ഒരു ഘട്ടം അവരുടെ പ്രചാരണം കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിൽ. രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ പദ്ധതി മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അതെയോ? അപ്പോൾ പുതിയതായിട്ട് എന്താണ് തിരുവനന്തപുരം നിവാസികളോട്? പുതിയതായിട്ട് വേണം നിർബന്ധമുണ്ടോ? നമ്മൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്താ തീരുമാനിക്കുന്നത്? ഭാരതത്തിന് ഭാവി എന്തായിരിക്കണം? ആരാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കേണ്ടത്? ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതില് നമ്മൾക്ക് ശരിക്കും ചിന്തിക്കേണ്ടത്, ശരി, ഒരു സമയത്ത് തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിത്വം ആരാണ് ചെയ്യേണ്ടത്? അത് ഞാൻ എന്റെ സേവനത്തിന്റെ തെളിവ് 15 വർഷമായി കാണിക്കുന്നു. അതിന്റെ തുടരാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ ഭാരതം എത്തിയ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്കറിയാം, എന്റെ പല വിഷയത്തിലും നിലപാടെടുത്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യ മുന്നണി കാണിക്കുന്ന, ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, ഐഡിയ ഓഫ് ഇന്ത്യ. ഏത് വിധത്തിലെ ഭാരതമാണ്? എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന, എല്ലാവരെയും ഉൾപ്പെടുത്തി, മതവും ജാതിയും വർഗവും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭാരതമാണോ വേണ്ടത്? അതോ നമുക്ക് ശരിക്കും നമ്മുടെ രാജ്യത്തിൽ ഒരു ഭാഷ, ഒരു മതം, ഒരു ദൈവം, ഒരു നേതാവ്, അങ്ങനെ ഒരു ഭാരതമാണോ വേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ തവണ. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടി വികസനമാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് പറയുന്നതും തിരുവനന്തപുരത്തിന്റെ വികസനമാണ്. അപ്പോൾ ജനങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? എങ്ങനെയാണ്? അല്ല, ഈ 10 വർഷം ഭരിക്കുമ്പോൾ അവർ വല്ല വികസനം എന്താണ് അത് ചെയ്തിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കട്ടെ. എല്ലാം വെച്ച് വലിയ കാര്യം ഇവിടെ നടന്നിരിക്കുന്നത് നമ്മളുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഞാനാണ് കൊണ്ടുവന്നത്. അത് 2014 തെരഞ്ഞെടുപ്പ് മുമ്പന്നെ ഞങ്ങൾ ഭൂമിയുടെ മേടിക്കലും ആദ്യത്തെ ചെക്കുകൾ കൈമാറുന്നതും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതായിരുന്നു. അതിനെ പൂർത്തിയാക്കി. അത് ഒഴിച്ചിട്ട് വേറെ എന്താ ഇവർ ചെയ്തിരിക്കുന്നത് പുതിയത്? എന്റെ കാലത്തിൽ ഞാൻ എന്റെ ഫസ്റ്റ് ടേമിൽ കൊണ്ടുവന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയാൽ ശരി, നമ്മുടെ എയർപോർട്ട് വികസനമായാൽ ശരി, ഇതെല്ലാം BJP സർക്കാർ ഭരിക്കാൻ വരുന്ന മുമ്പാണ്. നേരെ മറിച്ച് BJP സർക്കാർ പാർലമെന്റിന്റെ അകത്ത് വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കിയിട്ടില്ല. നാഷണൽ സെന്റർ ഫോർ ആയുർവേദ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, വന്നിട്ടില്ല. അവര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ്, അതിനെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കാന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ വാക്ക് കൊടുത്തതിന് ഞാനൊരു കംപ്ലൈന്റ് കൂടി കൊടുത്തു പാർലമെന്റ് അഷുറൻസസ് കമ്മിറ്റിയിൽ. വാക്ക് കൊടുത്തതിന് പൂർത്തിയാക്കാത്തതിന് അവർ മിണ്ടാണ്ട് അവർ ഇലക്ഷൻ ജയിച്ച ശേഷം അതിനെ ആസാമിലേക്ക് മാറ്റി, നോർത്ത് ഈസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈ BJP സർക്കാർ ചെയ്തിരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവർ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ പിന്നെ അവർ അടുത്ത വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഇനി വിശ്വാസിക്കുക. പക്ഷെ വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കാത്ത ഒരു സർക്കാരാണ് നമ്മളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം.